പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ ഒപ്പുവയ്ക്കാതെ ഇറാനു മുന്നിൽ വേറെ വഴിയില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമേൽ സമ്പൂർണ്ണ വിജയമാണ് ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ യുദ്ധം പുനരാരംഭിക്കുമെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. 24 മണിക്കൂറിനിടെ 6500 ടൺ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും അമേരിക്ക ഇസ്രയേലിൽ എത്തിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി. ആക്രമണ പദ്ധതി സംബന്ധിച്ച പ്ലാൻ വിലയിരുത്താൻ US സെൻട്രൽ കമാൻഡ് മേധാവി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാൻ, ഇറാഖ്, ലബനൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉടൻ മടങ്ങാൻ UAE പൌരന്മാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് UAE സ്വദേശികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. അതിനിടെ നാവിക ഉപരോധം പിൻവലിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. ഏപ്രിൽ 13-നാണ് അമേരിക്ക ഇറാനെതിരെ ശക്തമായ നാവിക ഉപരോധം ആരംഭിച്ചത്. നിലവിലെ സംഘർഷങ്ങൾ അവസാനിക്കണമെങ്കിൽ അമേരിക്ക ഈ ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന നിബന്ധന. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ തന്നെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. നാവിക ഉപരോധം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും അമേരിക്കയ്ക്ക് താക്കീത് നൽകി. അതേസമയം ഇറാനുമായി ഫോൺ മുഖേന ചർച്ച നടക്കുന്നതായി ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്ക പിടിച്ചെടുത്ത ഇറാൻ എണ്ണക്കപ്പലിലെ 6 ജീവനക്കാരെയും വിട്ടയച്ചു. അവശേഷിച്ച 22 പേരെ മോചിപ്പിക്കാൻ സമ്മർദ്ദം തുടരുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെ നാവിക ഉപരോധം ബോംബിങ്ങിനേക്കാൾ ഫലപ്രദമെന്ന് ട്രംപ് പറഞ്ഞു. ഉപരോധം കാരണം എണ്ണ സംഭരണി നിറഞ്ഞതോടെ രാജ്യം തകർച്ചയുടെ വക്കിലാണെന്ന ട്രംപിന്റെ വാദം ശരിയല്ലെന്നായിരുന്നു ഇറാന്റെ ഊർജ്ജമന്ത്രിയുടെ വാദം. ഇറാൻ യുദ്ധത്തിന് ഇതുവരെ അമേരിക്ക ചെലവിട്ടത് $25 ബില്യൺ. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $119 കടന്നു. അതിനിടെ ഇറാൻ വിഷയത്തിൽ ട്രംപുമായി നെതന്യാഹു ഫോണിൽ സംസാരിച്ചു. ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന നാവിക ഉപരോധം വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും കൂട്ടിച്ചേർത്തു. ഇത് കേവലം സാമ്പത്തിക സമ്മർദ്ദമല്ലെന്നും ഇറാനെതിരായ സൈനിക നീക്കങ്ങളുടെ തുടർച്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നാവിക ഉപരോധം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു രാജ്യത്തിന് നേരെ തുടരുന്ന സൈനിക നടപടികളുടെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിനും പ്രതിരോധത്തിനുമായി വില നൽകുന്ന ഒരു ജനതയെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ ഈ ക്രൂരമായ സമീപനം ഇനിയും സഹിക്കാനാകില്ലെന്ന് പെഷസ്കിയാൻ എക്സിൽ കുറിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും വ്യാപാരത്തെയും തടസ്സപ്പെടുത്തുന്ന നാവിക ഉപരോധം മേഖലയിലെ സമാധാനത്തിന്റെ ഭീഷണിയാണെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ചർച്ചകൾ നിലനിൽക്കെ തന്നെ ഇത്തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സൈനിക ആക്രമണങ്ങൾക്ക് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിലെയും ഗൾഫ് മേഖലയിലെയും അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലുകളാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. മേഖലയിൽ നാവിക സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിദേശ ശക്തികളുടെ നീക്കങ്ങൾ പരാജയപ്പെടുമെന്നും പെഷസ്കിയാൻ കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ വീണ്ടും ആരംഭിക്കേണ്ടി വന്നേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. ചർച്ചകളുടെ വിശദാംശങ്ങൾ തനിക്കും ചുരുക്കം ചിലർക്കും മാത്രമേ അറിയൂ എന്നും ട്രംപ് അവകാശപ്പെട്ടു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിലാണെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അമേരിക്കയുടെ നാണം കെട്ട പരാജയത്തിന്റെ പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു പുതിയ അധ്യായം പിറന്നിരിക്കുകയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയും വിശദീകരിച്ചു. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ ദേശീയ സമ്പത്തായി സംരക്ഷിക്കുമെന്നും ഖമനേയി പ്രസ്താവനയിൽ അറിയിച്ചു. മേഖലയിൽ നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കടന്നാക്രമണങ്ങൾക്കും സൈനിക നടപടിക്കും അമേരിക്കയുടെ സ്വന്തം പദ്ധതിയുടെ ലജ്ജാകരമായ പരാജയത്തിനും ഒടുവിൽ 2 മാസങ്ങൾക്ക് ശേഷം ഇന്ന് പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും ഒരു പുതിയ അധ്യായം പിറന്നിരിക്കുന്നു മുസ്തഫ പറഞ്ഞത്. 1622-ൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പോർച്ചുഗീസ് സൈന്യത്തെ പുറത്താക്കിയതിന്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്ന ദേശീയ പേർഷ്യൻ ഗൾഫ് ദിനത്തിലാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴി മുസ്തഫ ഖമനയുടെ ഈ പ്രസ്താവന പുറത്തുവന്നത്. ഗൾഫ് മേഖലയ്ക്ക് അമേരിക്ക ഇല്ലാത്ത ഒരു ഭാവിയുണ്ടാകും. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് US സൈനിക സാന്നിധ്യമാണ്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഫെബ്രുവരി അവസാനം ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാനിയൻ സേനകളുടെ അചഞ്ചലമായ ജാഗ്രത നിറഞ്ഞ ധീരമായ പോരാട്ടം ഇറാൻ ജനത സ്വന്തം കണ്ണുകളാൽ കണ്ടു. പേർഷ്യൻ ഗൾഫിന്റെ മണ്ണിൽ ഏറ്റവും വലിയ അസ്ഥിരതയുണ്ടാക്കുന്നത് അമേരിക്കയുടെ സാന്നിധ്യവും മേഖലയിൽ കൂട്ടുകൂടാനുള്ള ശ്രമങ്ങളുമാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് അവരുടെ സുരക്ഷ പോലും ഉറപ്പാക്കാനാകുന്നില്ല. തങ്ങളുടെ ആശ്രിതർക്ക് അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷയൊരുക്കുമെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നും മുസ്തഫ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.